ചിലപ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് നമ്മളെ ഏറ്റവും അധികം പറ്റിക്കാൻ കഴിയുന്നത്. നമ്മളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് 4 ചുവരുകൾക്കുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് പോലും ഒരു പക്ഷേ തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും തൃക്കണ്ണ് തുറന്നു വെക്കണമെന്നാണ് അറിവുള്ള ആളുകൾ പറയുന്നത്. കാരണം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടേയിരിക്കണം. സ്വന്തം മകളുടെ സംരക്ഷണം ഓർത്തുകൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിക്കേണ്ടി വന്ന അമ്മയുടെ കഥയാണ് ക്രൈം സ്റ്റോറി മലയാളത്തിലൂടെ ഞങ്ങൾ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. മക്കളുടെ സംരക്ഷണം ഓർത്ത് രണ്ടാമതൊരു കല്യാണം കഴിക്കേണ്ടി വന്ന അമ്മ, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തീർത്തും അസ്വാഭാവികമായ ഒരു കാര്യമല്ല, തീർത്തും സ്വാഭാവികമായ ഒരു കാര്യമാണ്. മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി അതല്ലെങ്കിൽ തനിക്ക് ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ച് രണ്ടാമതൊരു കല്യാണം കഴിക്കുന്ന സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. നിങ്ങൾ ലീഗലി കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ ഒരാളെ ഡിവോഴ്സ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരാളെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്നത് മാത്രമേ നിയമപരമായി ഇതിനൊരു തടയായി നിൽക്കുന്നുള്ളൂ. അതല്ലാത്ത പക്ഷം നിങ്ങളൊരു ഡിവോഴ്സി ആണെങ്കിൽ രണ്ടാമത് നിങ്ങളൊരു കല്യാണം കഴിക്കുന്നതിൽ നിന്ന് നിയമമോ നാട്ടുകാരോ നിങ്ങളുടെ കുടുംബക്കാർക്കോ നിങ്ങളെ തടയാൻ കഴിയില്ല. ഇത്തരത്തിൽ ഒരമ്മ തൻ്റെ സ്വന്തം മകളെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ടാമതൊരു കല്യാണം കഴിക്കുകയും എന്നാൽ ഈ കല്യാണത്തോടുകൂടി ആ കുടുംബത്തിൻ്റെ അധപ്പതനം ആരംഭിക്കുകയും ചെയ്ത വളരെ ദയനീയമായ ഒരു ക്രൈം സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. സാധാരണഗതിയിൽ കല്യാണം കഴിഞ്ഞ രക്ഷിതാക്കൾ തൻ്റെ പാർട്ണറെ സംശയിക്കുക എന്ന് പറയുന്നത് മതിയായ കാരണങ്ങളില്ലാതെ നടക്കാത്തൊരു കാര്യമാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പാർട്ണറെ നിങ്ങൾ സംശയിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല, മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ കഥയിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ അവരുടെ ജീവിതം വളരെ മനോഹരമായിരുന്നു. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കല്യാണം കഴിഞ്ഞു വന്ന തൻ്റെ പാർട്ണർ രാത്രി 2 മണിക്ക് ശേഷം തൻ്റെ മകളുടെ മുറിയിലേക്ക് പോകുന്നത് നിരന്തരം ആ സ്ത്രീ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ആദ്യം തൻ്റെ മകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ മകളോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ഈ അമ്മ ആദ്യ കാലഘട്ടങ്ങളിൽ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ ഇതൊരു പതിവായി തുടർന്നുകൊണ്ടേയിരുന്നു ജീവിതത്തിൽ ആ നികൃഷ്ടമായ കാര്യം സംഭവിക്കുന്നത് വരെ. ഒരു നാളിൽ തൻ്റെ മകളുടെ മുറിയിലേക്ക് തൻ്റെ രണ്ടാം ഭർത്താവ് എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ നികൃഷ്ട കാര്യം ഓർത്ത് ഒരുപക്ഷെ ഇന്നും വിലപിക്കുന്നുണ്ടാവും. സത്യം തിരിച്ചറിഞ്ഞ രാത്രി ആ അമ്മ കണ്ട കാഴ്ച അവരുടെ ജീവിതം തന്നെ തലകീഴായി മറച്ചു കളഞ്ഞു. ഈ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഏതൊരമ്മയാണെങ്കിലും നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ 10ലേറെ തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ പൂർണ്ണമായും കാണാനും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കാനും നിങ്ങളൊരു കാരണവശാലും മടിക്കരുത്. ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ ഇത്തരമൊരു കഥ നമ്മുടെ സമൂഹത്തിൽ നടന്നതാണെന്നുള്ളത് മറ്റുള്ളവരോടും കൂടി വിളിച്ചു പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇനി കഥയിലെ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം. സുചിത്ര 34 വയസ്സുള്ള വിധവ, അവരുടെ മകൾ 12 വയസ്സുള്ള അനന്യ. ഭർത്താവിൻ്റെ അകാല വിയോഗത്തിന് ശേഷം തൻ്റെ മകളെ ഒറ്റയ്ക്ക് വളർത്തുക എന്നുള്ളതായിരുന്നു ആ മാതാവിൻ്റെ ഏക ലക്ഷ്യം. എന്നാൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് സമൂഹം എന്ന ഇടപാടുകാരുടെ കയ്യിൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും വലിയ ഉപദേശമാണ്, മോളെ, നിനക്ക് ഒറ്റയ്ക്ക് ഒരു കുട്ടിയെ വളർത്താൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ നീ ജീവിതത്തിൽ ഒറ്റക്കായിരിക്കുന്ന ഈ സമയത്ത് നിനക്കൊരു കൂട്ട് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉപദേശം കൊടുക്കാൻ ആർക്കും കഴിയും വർമ്മ സാറേ എന്നത് പറഞ്ഞതുപോലെയാണ് ഈ സമൂഹത്തിൻ്റെ അവസ്ഥ. ഇവർ നിർബന്ധിച്ച്, വീട്ടുകാരും നാട്ടുകാരും നിർബന്ധിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. സുചിത്ര എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് രാജേഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കടന്നു വന്നത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ്. രാജേഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. നാട്ടിൽ സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള സൽസ്വഭാവിയും സമ്പന്നനുമായ ഈ ചെറുപ്പക്കാരൻ സുചിത്രയുടെ ജീവിതത്തിലേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കടന്നു വരികയാണ്. തുടക്കത്തിൽ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിരുന്നു. അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി ജീവിച്ചു. തന്നെക്കാളേറെ തൻ്റെ മകളെ സ്നേഹിക്കുന്ന രാജേഷിന്റെ സ്വഭാവത്തിൽ സുചിത്രയ്ക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകൾക്ക് തൻ്റെ മുൻ ഭർത്താവിനേക്കാൾ യോജിച്ച നല്ലൊരു അച്ഛനെ കിട്ടി എന്നാണ് ഈ അമ്മ കരുതിയത്. അതുകൊണ്ട് തന്നെ രാജേഷിന് എല്ലാ സുഖവും സൗഭാഗ്യങ്ങളും കൊടുക്കാൻ സുചിത്ര എന്ന് പറയുന്ന ഈ 34-കാരി തയ്യാറാവുകയാണ്. എന്നാൽ
ഒരു സുപ്രഭാതത്തിൽ തന്റെ മകളോടുള്ള രാജേഷിന്റെ അപ്രോച്ചിൽ എന്തൊക്കെയോ ഭാവവ്യത്യാസങ്ങൾ ഈ സുചിത്ര എന്ന് പറയുന്ന സ്ത്രീക്ക് തോന്നുകയാണ്. 2 മുറികളുണ്ടായിരുന്ന ആ ഒരു വീട്ടിൽ അനന്യയ്ക്ക് പ്രത്യേക മുറിയുണ്ടായിരുന്നു. 12 വയസ്സുള്ള മകളായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പ്രൈവസി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ആ മകളെ സെപ്പറേറ്റ് അമ്മ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം രാജേഷ് അനന്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പഠന റൂമിൽ വന്ന് മണിക്കൂറുകളോളം സമയം ചിലവഴിക്കാൻ തുടങ്ങി. ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ച് സുചിത്ര ഒന്നും ഇയാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതൊരു നിരന്തര സംഭവമായി മാറിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ സുചിത്ര രാജേഷിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ തമ്മിൽ ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? ഈ സമയത്ത് രാജേഷ് സുചിത്രയോട് പറയുകയാണ്, സുചിത്രേ, ഒന്നുമില്ല, നമ്മുടെ മകള് പഠിക്കുന്നത് കണ്ട് ഞാൻ അവളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. അവൾക്കൊരിക്കലും അച്ഛനില്ലാത്ത ഒരു സങ്കടമുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അവളുമായി ഞാൻ സ്വന്തം അച്ഛൻ എന്ന പോലെ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കെന്നെ സംശയമുണ്ടോ? നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണോ? ഇത്തരത്തിൽ ഒരാൾക്കും സംശയം തോന്നാത്ത രീതിയിലുള്ള അപ്രോച്ചാണ് രാജേഷിന്റെ ഭാഗത്ത് സുചിത്രയോട് ആ സമയത്തുണ്ടായത്. എന്നാൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത് രാത്രികാലങ്ങളിലായിരുന്നു. സുചിത്ര ഉറങ്ങി എന്ന് മനസ്സിലാക്കിയ രാജേഷ് ചില രാത്രികളിൽ തന്റെ മകളുടെ റൂമിലേക്ക് പോകുന്നുണ്ടെന്ന് സുചിത്ര ഒരു സുപ്രഭാതത്തിൽ മനസ്സിലാക്കുകയാണ്. സുചിത്ര ഒരു ദിവസം രാത്രി വെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റു. സമയം ഏകദേശം 2 മണിയാണ്. ഈ സമയത്ത് തന്റെ ഭർത്താവ് തന്റെ റൂമിലുണ്ടായിരുന്നില്ല. തന്റെ മകളുടെ റൂമിലാണെങ്കിൽ വെളിച്ചവും കാണുന്നുണ്ട്. പിറ്റേ ദിവസം ഇതിനെക്കുറിച്ച് തന്റെ ഭർത്താവിനോട് ചോദിച്ച സമയത്ത് രാജേഷ് പറയുകയാണ്, മകളുടെ റൂമിൽ വെളിച്ചം കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വരാത്ത സാഹചര്യത്തിൽ ഞാൻ മകളോട് കൂടെ പോയിരുന്നതാണ്. ആ സമയത്ത് അവൾ പഠിക്കുകയായിരുന്നു. ഞങ്ങൾ ഓരോ തമാശയൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു രാജേഷിന്റെ മറുപടി. ഇതുകൊണ്ട് തന്നെ ആ ഭാര്യ സംതൃപ്തയാവുകയാണ്. താൻ ഉറങ്ങിക്കിടക്കുന്ന രാത്രികളിൽ പോലും തൻ്റെ മകൾക്ക് ഈ അച്ഛൻ നൽകുന്ന കെയറും സ്നേഹവും ഒക്കെ കണ്ടിട്ട് ആ അമ്മ ഒരുപാട് സന്തോഷിക്കുകയാണ്. ഇത്തരത്തിൽ രാജേഷിന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടായെങ്കിലും ഇതിങ്ങനെ ദിനം പ്രതി തുടർന്നു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ സുചിത്രയുടെ മനസ്സിൽ ചെറിയൊരു ഭയം ഉടലെടുക്കുകയാണ്. ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന തൻ്റെ മകള് വളരെ വിഷാദമായിട്ടിരിക്കുന്ന കണ്ട സുചിത്ര തൻ്റെ മകളോട് ചോദിക്കുകയാണ്, മോളെ, എന്തു പറ്റി? എന്താണ് നിന്റെ മുഖത്ത് ഇത്രയധികം സങ്കടം? ഇത് കേട്ട അനന്യ എന്ന് പറയുന്ന ആ 12 വയസ്സുകാരി തൻ്റെ അമ്മയുടെ മുഖത്തൊന്ന് വളരെ സങ്കടത്തോടുകൂടി നോക്കുകയാണ്. അവൾക്ക് എന്തൊക്കെയോ തൻ്റെ അമ്മയോട് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അവൾക്ക് ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഇത് കണ്ട അമ്മ അവളെ ചേർത്ത് പിടിച്ചു. ഒരു പക്ഷേ തൻ്റെ മകൾക്ക് പീരീഡ്സിന്റെ ഭാഗമായി വയറുവേദനയോ മറ്റോ ആയതുകൊണ്ടാവാം ഒരു പക്ഷേ ഇത്തരത്തിൽ മൂഡ് സ്വിങ്സ് കാണിക്കുന്നത് എന്ന് ആ അമ്മ തെറ്റിദ്ധരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മകളോട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാതെ ആ വൈകുന്നേരവും അങ്ങനെ കടന്നുപോയി. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 1:50. ഇന്ന് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് ആ അമ്മ മുൻകൂട്ടി കണ്ടതുപോലെ ആ അമ്മ ഉറക്കം നടിച്ചുകൊണ്ട് ആ രാത്രി ഉറങ്ങാതെ തൻ്റെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഭർത്താവ് രാജേഷ് ഈ സമയത്ത് തന്നെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടെന്ന് സുചിത്ര ഉറപ്പാക്കുകയാണ്. എന്തോ ഒരു സംശയം തോന്നിയതുപോലെ സുചിത്ര ഉറങ്ങാതെ തന്നെ ആ രാത്രി കിടന്നു. എന്നാൽ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് 2 മണിയായതോടുകൂടി രാജേഷ് മെല്ലെ ആ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. തൻ്റെ ഭാര്യ സുചിത്ര ഉറങ്ങി എന്ന് ഉറപ്പാക്കി തൻ്റെ മകൾ അനന്യയുടെ റൂമിലേക്ക് ഈ അച്ഛൻ കയറി പോവുകയാണ്. എന്നാൽ സംശയം നേരിയ തോതിൽ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഈ അമ്മയും ഇയാളുടെ പുറകെ ആ റൂമിലേക്ക് പോവുകയാണ്. ശബ്ദമുണ്ടാക്കാതെ സുചിത്ര ഇയാളുടെ പുറകിൽ ഇങ്ങനെ ചെന്നു. ഇങ്ങനെ ആ വാതിലിന്റെ മുന്നിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അനന്യ മുറിയിൽ ഇരിക്കുന്നുണ്ട്. ആ വാതില് പകുതി പൂട്ടിയ നിലയിലായിരുന്നു. രാജേഷ് ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ആ കുട്ടിയുടെ നേരെ ആക്രോശിക്കുന്ന രീതിയിലുള്ള ചില ഡയലോഗുകൾ പറയാണ്. അത് ഇപ്രകാരമാണ്: നിന്റെ അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ കൊന്നുകളയും നിന്നെ ഞാൻ. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ അമ്മ അറിഞ്ഞാൽ നിന്നെയും നിന്റെ അമ്മയെയും ഈ ഭൂമി ലോകത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. ഈ ഡയലോഗുകൾ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ കുട്ടി ദയനീയമായി പേടിച്ച് വിറച്ചുകൊണ്ട് ഇയാളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ ആ കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. ആ കുട്ടിക്ക് തൻ്റെ അമ്മയോടൊന്ന് തുറന്നു പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇത് എങ്ങാനും അമ്മയോട് തുറന്നു പറയുകയാണെങ്കിൽ അമ്മയെ തന്നെയും ഇയാൾ ഇല്ലാതാക്കിയാലോ എന്ന പേടി കൂടി ആ സമയത്ത് ഒരു പക്ഷേ ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നേക്കാം. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ആ പാവപ്പെട്ട അമ്മ പുറത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ മറക്കരുത്. ആ സമയത്ത് ആ അമ്മയുടെ നെഞ്ചിലേക്ക് ഒരു ഇടുത്തി വീണതുപോലെയാണ് ഫീൽ ചെയ്തത്. കാരണം തൻ്റെ ആദ്യ ഭർത്താവിനേക്കാൾ തൻ്റെ മകളെ നന്നായി ശ്രദ്ധിക്കുകയും കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് തനിക്ക് രണ്ടാമത് കിട്ടിയതെന്നാണ് ആ പാവപ്പെട്ട സ്ത്രീ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ
തൻ്റെ മകളെ ഇയാൾ ദുരുപയോഗം ചെയ്തതാണ് എന്ന് മനസ്സിലാക്കിയ ആ നിമിഷം ആ അമ്മയുടെ മനസ്സിലും തലയിലും ഇടുത്തി വീണതുപോലെയായി. സുചിത്രയ്ക്ക് തൻ്റെ കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കലും താൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് വളരെ വലിയൊരു തെറ്റാണെന്ന് ആ അമ്മ ചിന്തിക്കുകയാണ്. തൻ്റെ ഭർത്താവ് ഇത്രയും നീചനായ ഒരു രാക്ഷസനാണെന്നാണ് ആ അമ്മയ്ക്ക് ആ സമയം തോന്നുന്നത്. തൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ സംരക്ഷിക്കേണ്ടിയിരുന്ന താൻ തൻ്റെ കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും വാക്ക് കേട്ട് ഇത്തരത്തിലൊരു ക്രൂരനായ മനുഷ്യനെയാണ് കല്യാണം കഴിച്ചത് എന്ന് ആലോചിച്ചപ്പോൾ ആ അമ്മയ്ക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ചില സ്ത്രീകളെല്ലാം മടിച്ച് പിന്നോക്കം നിൽക്കുകയാണ് പതിവ്. എന്നാൽ ഈ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി മുന്നോട്ടോടാൻ തന്നെ തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ രാജേഷ് പുറത്തുപോയി തക്കം നോക്കി ഈ അമ്മ തൻ്റെ മകളെയും കൂട്ടി ചൈൽഡ് വെൽഫെയറിലേക്ക് പോവുകയാണ്. ചൈൽഡ് വെൽഫെയറിൽ ചെന്ന് ഈ മാതാവ് പരാതി കൊടുക്കുകയാണ്. പിന്നീട് ഈ കുട്ടിയുടെ തെളിവെടുക്കുകയും ചെയ്തു. പിന്നീട് ഇയാളെ പറ്റി പോലീസ് അന്വേഷിച്ച സമയത്ത് ഇയാൾക്ക് എന്തൊക്കെയോ ക്ലൂകൾ ലഭിച്ചതുപോലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു. എന്നാൽ വളരെ അന്വേഷിച്ച് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. പോലീസ് അന്വേഷണത്തിൽ മറ്റു ചില കാര്യങ്ങളും കൂടി വ്യക്തമാകുന്നു. സമാനമായ സാഹചര്യത്തിൽ ഇയാൾക്ക് പല കേസുകളും ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും മറ്റു പലരെയും ചൂഷണം ചെയ്തതിന് ഇയാളുടെ പേരിൽ പല സ്റ്റേഷനിലും കേസുകൾ നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മാന്യമായ വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്ത് ആളുകളെ പറ്റിക്കുന്ന ഒരു രീതിയായിരുന്നു ഇയാൾ അവലംബിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം കേസുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. നിങ്ങളുടെ കുട്ടി പെട്ടെന്ന് സൈലന്റ് ആവുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വിഷാദ രോഗങ്ങൾ പ്രകടിപ്പിക്കുകയോ പതിവില്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ അക്രമവാസനകൾ കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റത്തിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ പോലും അവരറിയാതെ തന്നെ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളുടെയും സിംബൽസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു പുനർവിവാഹം കഴിക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി വളരെ വ്യക്തമായ രീതിയിൽ നടത്തുക തന്നെ വേണം. നിങ്ങൾ ആ നാട്ടുകാരോട് സംസാരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അയാളുടെ വീടിനടുത്തുള്ള ആളുകളോട് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ കുറച്ചകലെയുള്ള ആളുകളോട് ഇയാളുടെ ക്യാരക്ടറിനെ പറ്റിയും ഇയാളുടെ ചുറ്റുപാടിനെ പറ്റിയും ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, ഇന്നത്തെ കാലത്തെ കുട്ടികളെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പല ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ വളരെ മടിയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ് പീരീഡ്സ് എന്നും അതല്ലെങ്കിൽ എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒരാളെ തൊടാനോ പിടിക്കാനോ സമ്മതിക്കാൻ പാടില്ല എന്നുള്ളതും വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കണം എന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും അപ്രോച്ചുകൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പരാതിപ്പെടേണ്ടത്, ആരോടാണ് പറയേണ്ടത്, ഏത് സമയത്താണ് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ കാണുന്നതിനും അറിവ് പകരുന്നതിനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.